ടി.പി. ചന്ദ്രശേഖരൻ വധത്തിനായി വ്യാജ സിം കാർഡ് ഉപയോഗിച്ചെന്ന കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ കോടതി. കൊടിസുനിയടക്കം 5 പേരെയാണ് കുറ്റക്കാരിലെന്ന് കണ്ടെത്തി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത്. 12 വർഷത്തിന് ശേഷമാണ് കേസിൽ ഇപ്പോൾ വിധി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സാനിയോ മനോമി ചേരുന്നു. സാനിയോ, എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ വെറുതെ വിട്ടിരിക്കുന്നത്? കൊടിസുനിയടക്കം 5 പേർ കുറ്റക്കാരല്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്, അല്ലേ? അതെ, തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടിസുനി അടക്കം 5 പേരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 2012 ഏപ്രിൽ 26-നാണ് ഈ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ആവശ്യമായ തരത്തിലുള്ള വ്യാജ സിം കാർഡുകൾ ശേഖരിച്ചു എന്ന പേരിൽ ഡിവൈഎസ്പി ഇവർക്കെതിരെ ഡിവൈഎസ്പിയുടെ പരാതിയിലാണ് ചോമ്പാല പോലീസ് കേസെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം രാംദാസ് ആണ് ഹാജരായത്. വിട്ടയച്ചത് ഇവരൊക്കെയാണ്, അതായത് അഴിയൂർ സ്വദേശികളായ പുറത്തെ തയ്യിൽ ജാബിർ, നടുച്ചാലിൽ നിസാർ, കല്ലമ്പത്ത് ദിൽഷാദ്, വടകര ബീച്ച് റോഡിലെ കുറ്റിയിൽ അഫ്സൽ, പിന്നീട് കൊടിസുനി അഥവാ ചൊക്ലിമീത്തൽ ചാലിൽ സുനിൽകുമാർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഇവർ കുറ്റക്കാരാണ്. വ്യാജ സിം കാർഡ് എടുത്ത കേസിൽ ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ആവശ്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വടകര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ 5 പേരെയും വെറുതെ വിട്ടിരിക്കുന്നത്. 12 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വ്യാജ സിം കാർഡ് എടുത്ത കേസിലാണ് ഇപ്പോൾ കൊടിസുനി ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടിരിക്കുന്നത്.